എന്തൊക്കെയോ ആയി എന്നുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടോ മത്സരാർത്ഥികളെ? നമ്മുടെ ലാലേട്ടനേക്കാളും അല്ലെങ്കിൽ മലയാളത്തിലെ പ്രസ്റ്റീജിയസ് ഷോ ആയ ബിഗ് ബോസിനേക്കാളും ഒക്കെ മേലെയാണ് നിങ്ങളെന്നുള്ളൊരു ധാരണ വന്നിട്ടുണ്ടോ? അറിയാൻ വേണ്ടി ചോദിച്ചു പോവുകയാണ്. കാരണം ലാലേട്ടനോട് പല മത്സരാർത്ഥികളും ബിഗ് ബോസ് മലയാളം സീസൺ 7 കാണിക്കുന്ന ഡിസ്റെസ്പെക്റ്റും പുച്ഛഭാവവും ഈഗോ നിറഞ്ഞ സംസാരവും ഒക്കെ കാണുമ്പോൾ ചോദിച്ചു പോകും. അത് മലയാളികളാണെങ്കിൽ കാര്യമായി ചോദിച്ചു പോകും. ഓരോ സീസണുകളിലും മുൻപില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് ഇവിടുത്തെ മത്സരാർത്ഥികൾ ലാലേട്ടനോട് കാണിക്കുന്നത്. ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ അഭിലാഷ് അനീഷിനോട് ചാടിക്കടിക്കാൻ ചെല്ലുന്നത് ലാലേട്ടൻ ബ്രേക്ക് പറഞ്ഞു പോയ സമയത്താണ്. ഒരു ലെജൻഡറി ആങ്കർക്ക് കൊടുക്കേണ്ട ഒരു മിനിമം മര്യാദയുണ്ട്, അതുപോലും കൊടുക്കാതെ അവിടെ കിടന്ന് ആര്യൻ ഖത്തൂരിയ എന്ന കണ്ടസ്റ്റൻ്റ് കാണിച്ചതെല്ലാം ഒരാൾക്കും മറക്കാൻ കഴിയില്ല. തലയിലെ മുട്ടത്തോടിൻ്റെ ആകൃതിയിലുള്ള ഒരു തൊപ്പിയിൽ അവരവർക്കുള്ള ഓരോ പട്ടവും പേരും ചാർത്തിക്കൊടുത്ത് ഇരുത്തിയ സമയത്ത് ആര്യൻ ലാലേട്ടനോട് പെരുമാറിയ രീതി അത് നമ്മളെല്ലാവരും കണ്ടതാണ്. കുളിക്കുമ്പോൾ ഇത് വെക്കണോ ലാലേട്ട എന്നുള്ള ആര്യൻ്റെ ചോദ്യത്തിന് കുളിക്കുമ്പോൾ നമ്മൾ ദൂരെ മാറ്റി തലമുടി നനച്ച് തലമുടി തോർത്തി മുടിയൊക്കെ ചീയിട്ട് വെക്കാം എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് തമാശയ്ക്ക് അദ്ദേഹം ചോദിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ ഇത് വെക്കാമോ ലാലേട്ട എന്നുള്ള ചോദ്യമാണ്. അതിനാദ്യം അദ്ദേഹം മറുപടി പറയാൻ പോയിട്ട് പെട്ടെന്നാണ് അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്തത്, ഇത് തന്നെ കളിയാക്കുകയാണോ? അത് ആ ഭാവ വ്യത്യാസം ലാലേട്ടൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു, വ്യക്തമായിരുന്നു. അത് അടുത്തിരുന്ന അപ്പാനി പോലും ആര്യൻ്റെ കയ്യിൽ ഇങ്ങനെ തട്ടി, നീ എന്താണ് ഈ ചോദിക്കുന്നതെന്നുള്ള രീതിയിൽ വിലക്കി. പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നുണ്ടായില്ല. ആദിലയും ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ ഈ പറയുന്നതെന്ന്. ആരും പറഞ്ഞുകൊണ്ടേ ഇരിക്കണേ, എന്നോട് ചോദിക്കാൻ പറഞ്ഞ സംശയം ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കണ്ടേ എന്നുള്ള രീതിയിൽ. ഇത് വളരെ മോശമായിട്ടുള്ളൊരു ചോദ്യമാണ് എന്നും അദ്ദേഹത്തിന് എന്ത് മറുപടി പറയണം എന്നുള്ളതും അല്പം ഇതുവരെ ദേഷ്യം വരാതിരുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് അത് ദേഷ്യം തോന്നുന്ന രീതിയിലേക്കായിരുന്നു ആ ചോദ്യം എന്നുള്ളതും ലാലേട്ടൻ്റെ മുഖത്തുനിന്ന് വ്യക്തമാണ്. കൂടുതൽ നിർദ്ദേശങ്ങൾ അത് ബിഗ് ബോസ് തരും എന്ന് പറഞ്ഞ് മാത്രം അദ്ദേഹം അവസാനിപ്പിച്ചെങ്കിലും മലയാളികൾക്ക് അത്, പ്രത്യേകിച്ച് ലാലേട്ടനെ സ്നേഹിക്കുന്നവർക്ക് അതും പോട്ടെ, ബിഗ് ബോസ് എന്നൊരു ഷോയെ വളരെ വ്യക്തമായിട്ട് വളരെ സ്പഷ്ടമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ വേർതിരിവ് ആര്യനും ജിസയിലും പലപ്പോഴായിട്ട് ആ ഹൗസിൽ കാട്ടുന്നുണ്ട് എന്നുള്ളൊരു പരാതി വരുന്ന സാഹചര്യത്തിൽ സത്യത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യക്കാർക്ക് സൗത്ത് ഇന്ത്യക്കാരോട് പുച്ഛമായിരിക്കും എന്നുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് നേരിട്ട് കാണുന്ന ഒരു പ്രതീതിയാണ് ആര്യൻ്റെയും ജിസേലിൻ്റെയൊക്കെ പല പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാകാം. ജിസേലിന് ആര്യൻ്റെ പെരുമാറ്റം ഇന്നലത്തോടുകൂടി മതിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ജിസേൽ ആര്യനിൽ നിന്നൊന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ആര്യൻ അത് കഴിഞ്ഞതിന് ശേഷവും ലൈവിൽ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് അപ്പാനി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പാനിയായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് അവൻ്റെ ഒരു മുട്ട എന്ന് പറയുന്നുണ്ട്. ഇതും ആര്യന് നന്നായിട്ട് വരില്ല. കാരണം ആര്യൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ചോദ്യം. ലാലേട്ടനെ കുറിച്ചാണോ, ബിഗ് ബോസിനെ കുറിച്ചാണോ, അതോ ബിഗ് ബോസ് ടീമിനെ കുറിച്ചാണോ, അതോ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ്, ഈ പട്ടം ചാർത്തി കൊടുത്ത കണ്ടസ്റ്റൻസിനെ കുറിച്ചാണോ? ഇതെന്തായാലും ആര്യൻ ഇത് ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നതും അല്ലെങ്കിൽ ഈ ക്യൂട്ട്നെസ് രൺബീർ കപൂർ എന്നൊക്കെ പറയുന്നതും ഒരു കണ്ടസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ഇത്രയും വയസ്സുള്ള ഒരു ചെറിയ ഒരു പയ്യനാണ് എന്നുള്ളൊരു ധാരണയൊന്നും അവിടെ ആർക്കും കൊടുക്കില്ല. കാരണം ഇത് നല്ലതിനല്ല. ഒരു മിനിമം മെച്യൂരിറ്റിയൊക്കെ ആര്യൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആര്യന് സത്യത്തിൽ വട്ടാണോ എന്ന് പിന്നെ ചോദിച്ചു പോയതിൽ യാതൊരു സംശയവും പറയാനില്ല. ആര്യൻ്റെ പിന്നീടുള്ള പ്രവൃത്തികൾ അതാണ്. പ്രത്യേകിച്ചും വീക്കെൻഡ് എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തത്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് ആര്യനാണ്. കത്തി കൊണ്ട് താടി വടിച്ചത്, അതുപോലെ തന്നെ ബെഡ്റൂം ക്ലീൻ ചെയ്യാതെ ഇട്ടിരുന്നത്, അപ്പോഴെണീറ്റതും ആര്യനാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളായി ആര്യൻ്റെ ബാഡ്ജ് ലാലേട്ടൻ കൊണ്ടുപോയി. ഇന്നപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിയും കൂടെയാണ് ആര്യൻ. ഒരു മാതൃകയായിട്ട് ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിലല്ല, ഒരു വ്യക്തി ഹൈജീൻ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലുമല്ല, അതും പോയി ഇപ്പോൾ മിനിമം മാനർ കാത്തു സൂക്ഷിക്കാത്തൊരു വ്യക്തി എന്നുള്ള നിലയിൽ പോലും ഹൗസിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എന്തുകൊണ്ടും ആര്യനെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു ക്വാളിറ്റി പോലും ആര്യനില്ല. തുടക്ക സമയത്ത് ആര്യനൊക്കെ ടോപ്പ് 5 എത്തും എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാനും. പക്ഷേ ആര്യൻ്റെ പിന്നീടുള്ളൊരു പ്രവൃത്തി, ആര്യൻ ടോട്ടലി ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിൽ. മറ്റ് ഒരു കണ്ടസ്റ്റൻസിനും ഇത്രയും ഡിസ്റെസ്പെക്റ്റായിട്ട് ആരും ലാലേട്ടനോട് സംസാരിച്ച് കാണുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ആര്യൻ്റെ നിലനിൽപ്പ് അപകടത്തിലാണ്, പ്രത്യേകിച്ചും ഡയറക്റ്റ് നോമിനേഷനിൽ ആര്യൻ ഉള്ളപ്പോൾ. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.